കുട്ടനാട്ടിലെ വിവിധ പാടശേഖരങ്ങളിൽ കൊയ്ത്തു തുടങ്ങിയ സാഹചര്യത്തിൽ അനാവശ്യ തടസ്സവാദങ്ങൾ ഉന്നയിച്ച് സ്വകാര്യ മില്ലുകാർ കർഷകരെ കൊള്ളയടിക്കാൻ ശ്രമിക്കുകയാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി ആരോപിച്ചു. കുട്ടനാട്ടിലെ വിവിധ പാടശേഖരങ്ങളിൽ കൊയ്ത്ത് പൂർത്തിയാക്കി സംഭരണത്തിനായി നെല്ല് കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളതെന്നും പാടശേഖരങ്ങൾ സന്ദർശിച്ച എം പി പറഞ്ഞു. കുട്ടനാട്ടിലെ വിവിധ പാടശേഖരങ്ങളിൽ കൊയ്ത്തു തുടങ്ങിയ സാഹചര്യത്തിൽ അനാവശ്യ തടസ്സവാദങ്ങൾ ഉന്നയിച്ച് സ്വകാര്യ മില്ലുകാർ കർഷകരെ കൊള്ളയടിക്കാൻ ശ്രമിക്കുകയാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി ആരോപിച്ചു. കുട്ടനാട്ടിലെ നിരവധി പാടശേഖരങ്ങളിൽ കൊയ്ത്തു പൂർത്തിയാക്കി സംഭരണത്തിനായി നെല്ല് കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളതെന്നും എം പി പറഞ്ഞു. നെൽകർഷകർ 3 കിലോ വരെ കിഴിവ് നൽകാൻ തയ്യാറാണെങ്കിലും മില്ലുകാർ ഇല്ലാത്ത ഈർപ്പത്തിന്റെ പേര് പറഞ്ഞ് നെല്ല് സംഭരണം നടത്താതെ കർഷകരെ കടക്കിണിയിലേക്ക് തള്ളിവിടാനാണ് ശ്രമിക്കുന്നത്. നിലവിൽ നെല്ലിന്റെ ഈർപ്പം കടുത്ത വേനൽ മൂലം പൂർണ്ണമായും ഇല്ലാത്ത അവസ്ഥയാണുള്ളത്. വേനൽ മഴയും ഇതുവരെ ഉണ്ടായിട്ടില്ല. വേനൽ മഴ ഉടൻ എത്തിയേക്കാം എന്നതിനാൽ അടിയന്തരമായി കുട്ടനാട്ടിലെ നെല്ലിന്റെ സംഭരണം പൂർത്തിയാക്കണമെന്ന് ആലപ്പുഴ ജില്ലാ കളക്ടറോടും പാടി ഓഫീസർമാരോടും ആവശ്യപ്പെട്ടിട്ടുള്ളതായും എം പി പറഞ്ഞു. നെൽകർഷകരെ കബളിപ്പിക്കുന്ന അമിത ലാഭം ലക്ഷ്യമിടുന്ന മില്ലുകാരെ സർക്കാർ നിയന്ത്രിക്കണമെന്നും ഇത്തരക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും എം പി പറഞ്ഞു. കുട്ടനാട്ടിലെ വിവിധ പാടശേഖരങ്ങൾ എം പി സന്ദർശിച്ചു. തുടർന്നായിരുന്നു ഇത്തരത്തിൽ പ്രതികരിച്ചത്. CDNet ന്യൂസ്, ഹരിപ്പാട്.